നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ പ്രധാനപ്പെട്ടതാണല്ലോ നജസ്സുകളെ തൊട്ട് ശുദ്ധിയാവുക എന്നുള്ളത്. ഇത് വളരെ ശ്രദ്ധിക്കണം. നജസ്സുകളെ തൊട്ട് ശുദ്ധിയാവുക. കാഷ്ടം നജസ്സാണ്. ഏത് വസ്തുക്കളുടെയും കാഷ്ടം നജസ്സാണ്. മൂത്രം നജസ്സാണ്. ഛർദ്ദിച്ചത് നജസ്സാണ്. ചലങ്ങൾ നജസ്സാണ്. ചില ആളുകൾ അവനവൻ്റെ ചോര നജസ്സല്ല എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. മാപ്പാക്കപ്പെടുന്ന കതുറുണ്ട്, അതിൻ്റെ അപ്പുറം ചോരകൾ നജസ്സാണ്. രക്തം നജസ്സാണ്. ചെവി പൊട്ടിയൊലിച്ച് വരുന്ന ദുർഗന്ധമുള്ള വെള്ളമുണ്ട്, അത് നജസ്സാണ്. ചെപ്പി നജസ്സല്ല. മൂക്കിൽ നിന്നൊലിക്കുന്നത് നജസ്സല്ല. സാധാരണ കഫം നജസ്സല്ല. ആമാശയത്തിൽ നിന്ന് വരുന്ന കഫമാണെങ്കിൽ അത് ഛർദ്ദിച്ചതിൻ്റെ വകുപ്പിലാണ്, അത് നജസ്സാകും. കണ്ണുനീര് നജസ്സല്ല. വിയർപ്പ് നജസ്സല്ല. ഇതൊന്നും നജസ്സല്ല. തിന്നപ്പെടാത്ത ജീവികളുടെ ഭാഗങ്ങളൊക്കെ നജസ്സാണേ. ചില വീടുകളിലൊക്കെ മയിൽപ്പീലി നാം വെക്കാറുണ്ട്. നമ്മുടെ മദ്ഹബ് മയിൽപ്പീലി നജസ്സാണ്. ആനക്കൊമ്പായാലും തിന്നപ്പെടാത്ത ഏത് ജീവികളുടെ രോമങ്ങളായാലും അതുപോലെ തന്നെ മയിലിൻ്റെ എണ്ണയായാലും മയിൽ പീലിയായാലും പുലിയുടെ നഖങ്ങളായാലും ഇതൊക്കെ നജസ്സുകളാണ്. തിന്നപ്പെടാത്ത ജീവിയുടെ ഏത് ഭാഗങ്ങളും നജസ്സാണ്. തിന്നപ്പെടുന്ന ജീവിയാണെങ്കിൽ തന്നെ അറുക്കപ്പെട്ടതല്ലെങ്കിൽ, ചത്തതാണെങ്കിൽ ഏതായാലും നജസ്സാണല്ലോ. അതല്ലാത്ത സാധാരണ അറുക്കപ്പെടാത്ത തിന്നപ്പെടുന്ന ജീവിതത്തിൽ പിരിഞ്ഞ അതിൻ്റെ തൂവലുകളും രോമങ്ങളും ശുദ്ധിയാണ്. ഏതാവട്ടെ നജസ്സുകളെ തൊട്ട് ശുദ്ധിയാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. നാം മലമൂത്ര വിസർജന വേളയിലൊക്കെ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം ബാത്തിലാകും. വസ്ത്രത്തിലേക്ക് തെറിക്കുന്നതും മറ്റുമൊക്കെ വസ്വാസം ഉണ്ടാക്കാനല്ല പറഞ്ഞത്, ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ തറകളൊക്കെ നജസ്സാകുമ്പം അത് വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ തറ ഒരല്പം കുട്ടി മൂത്രം ഒഴിച്ച് നജസ്സായി എന്നിരിക്കട്ടെ, സാധാരണ എല്ലാ സഹോദരിമാരും അത് ശുദ്ധിയാക്കാറുള്ളത് നനഞ്ഞ മൊഫ് കൊണ്ടുവന്നുകൊണ്ട് അതങ്ങ് തൂർത്തിക്കളയും. അതുകൊണ്ട് ആ സ്ഥലം ശുദ്ധിയാകൂല. അല്ലെങ്കിൽ ആ നജസിലേക്ക് കുറച്ച് വെള്ളം അങ്ങ് ഒഴിവാക്കും, എന്നിട്ട് അതങ്ങ് തൂർത്തിക്കളയും. അതുകൊണ്ടൊന്നും ശുദ്ധിയാകൂല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാഷ്ടം, മലം, മൂത്രം, ഛർദ്ദിച്ച അവശിഷ്ടം ഏതുകൊണ്ടാവട്ടെ നമ്മുടെ തറ നജസായാൽ അത് ശുദ്ധിയാക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. നിറവും മണവും രുചിയും അതിൻ്റെ നീക്കിയതിൻ്റെ ശേഷം ശുദ്ധമായ ഒരല്പം വെള്ളം അതിലേക്ക് ഒഴിച്ച് തന്നെ ശുദ്ധിയാക്കണം. ഇത് നല്ലവണ്ണം ശ്രദ്ധിക്കണം. മിക്ക സഹോദരിമാർക്കും അറിഞ്ഞുകൂടായത്. അവരെന്ത് ചെയ്യും? കുട്ടി മൂത്രം ഒഴിച്ചാൽ അപ്പം ബേസും മറ്റുമൊക്കെ ഉള്ളത് കൊണ്ട് നിലത്ത് തറയിൽ മൂത്രമാകൽ വളരെ കുറവാണ്. എന്നാലും ഛർദ്ദിക്കാലോ ഛർദ്ദിച്ചതോ മലോ അല്ലെങ്കിൽ മറ്റുള്ള ജീവികളുടെ വല്ല നജസ്സും ഏത് നജസ്സായാലും ശരി, നജസ് തറയിലായാൽ ശുദ്ധിയാക്കുന്നിടത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കുറേ വെള്ളം കൊണ്ട് വന്നതുകൊണ്ടോ നനഞ്ഞ ശീലയെടുത്ത് ഒപ്പിയതുകൊണ്ടോ മഫ് കൊണ്ട് അതങ്ങ് നീക്കിയത് കൊണ്ടോ ഒന്നും ശുദ്ധിയാകൂല. നേരെ മറിച്ച് ഒരു ഉണങ്ങിയ പേപ്പർ, ടിഷ്യൂ പേപ്പറോ മറ്റോ അല്ലെങ്കിൽ ഉണങ്ങിയ ശീലയോ എടുത്തുകൊണ്ട് ആദ്യം ആ നജസ് ശരിക്കും അങ്ങ് ഒപ്പിക്കളയുക. എന്നാലും അതിൻ്റെ നിറോ രുചിയോ മണോ അവിടെ ബാക്കിയുണ്ടാവും. അപ്പോൾ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിവാക്കിയിട്ട് വീണ്ടും അത് ശരിക്ക് തുടച്ച് കളയുക. ഇപ്പോൾ അവിടെ ആ നജസിൻ്റെ നിറവുമില്ല, രുചിയുമില്ല, മണവുമില്ല, പക്ഷേ ശുദ്ധിയായിട്ടില്ല. ആ നിറവും രുചിയും മണവും ഇല്ലാത്തതിനെക്കുറിച്ച് ഹുക്മിയ നജസ് എന്നാണ് അറബി പറയാം. അതിൻ്റെ ശേഷം ഒരല്പ വെള്ളം, ഒരു ഗ്ലാസ്, അര ഗ്ലാസ് വെള്ളം മതി, ശുദ്ധമായ വെള്ളം ആ നജസാകുന്ന സ്ഥലത്ത് ഒന്നിങ്ങനെ ഒഴിക്കലോടുകൂടെ അത് ശുദ്ധിയായി. ഇനി ആ വെള്ളം അവിടെ നിന്ന് ഒപ്പിക്കളയണം എന്നുപോലും ഇല്ല. ഒപ്പിക്കളഞ്ഞാൽ നന്നായി. ഞാൻ ഒന്നുകൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സഗൗരവം ഉണർത്തുന്നു. നജസിലേക്ക് കുറേ വെള്ളം ഒഴിച്ചുകൊണ്ടോ നജസ് അങ്ങ് തോത്തിക്കളഞ്ഞത് കൊണ്ടോ ഫാൻ ഇട്ടത് കൊണ്ടോ സ്പ്രേ അടിച്ചത് കൊണ്ടോ ശുദ്ധിയാകില്ല. ആ നജസ് ഒപ്പിക്കളഞ്ഞതിൻ്റെ ശേഷം, ശരിക്ക് തുടച്ച് കളഞ്ഞതിൻ്റെ ശേഷം, ഉണങ്ങിയ ശീല കൊണ്ടോ പേപ്പർ കൊണ്ടോ ശരിക്ക് തുടച്ച് കളഞ്ഞതിൻ്റെ ശേഷം നിറോ രുചിയോ മണം ഉണ്ടെങ്കിൽ വീണ്ടും കുറച്ച് വെള്ളം അവിടെ ഒഴിച്ചിട്ട്, അധികം സ്ഥലത്ത് വേണ്ട, ആയ സ്ഥലത്ത് കുറച്ച് ഒഴിച്ചിട്ട് അതും ശരിക്കും ഒപ്പിയെടുത്തതിൻ്റെ ശേഷം ഇപ്പം അതിൻ്റെ സ്മെല്ലോ നിറോ രുചിയോ ഉണ്ടാകൂല എന്നുള്ള ആ ഒരു ബോധ്യം നമുക്ക് വരുന്ന വിധം ഹുക്മിയ നജസായതിൻ്റെ ശേഷം പിന്നീട് ഒരല്പം ശുദ്ധമായ വെള്ളം അതിലേക്കാണ്ട് ഒഴിച്ചിട്ട് ആ ഭാഗത്തേക്കാണ്ട് ഒഴിച്ചിട്ട് ശുദ്ധിയാക്കുക. ഇതൊരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഫർളാണ് നജസിനെ തൊട്ട് ശുദ്ധിയാകലെന്ന് പറഞ്ഞല്ലോ. വസ്ത്രം ശുദ്ധിയാകണം, നിസ്കരിക്കുന്ന ഇടം ശുദ്ധിയാകണം, ശരീരം ശുദ്ധിയാകണം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. നിസ്കരിക്കുന്ന വേളയിൽ ശരീരത്തിലൊക്കെ നജസുള്ള ഒരു കുട്ടി വന്ന് നമ്മുടെ മടിയിലിരിക്കുന്നതോ നമ്മെ പിടിക്കുന്നതോ ശ്രദ്ധിക്കണം. നമ്മുടെ നിസ്കാരം ബാത്തിലാവും. ഇവിടെ മഹാന്മാരായ ഉസ്താദുമാർ പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിക്കാത്ത, സുന്നത്ത് കർമ്മം ചെയ്യപ്പെടാത്ത ചെറിയ ആൺകുട്ടിയുടെ തൊലിയുടെ ഉള്ളിൽ മൂത്രമുണ്ടാവും. ഇങ്ങനെ തൊലിയുടെ ഉള്ളിൽ മൂത്രമുള്ള ഒരു കുട്ടി പുറമേ കുളിപ്പിച്ച് ശുദ്ധിയാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഈ കുട്ടി നിസ്കരിക്കുന്ന ആളുടെ മടിയിൽ ഇരിക്കുകയോ പുറത്ത് കയറുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്താൽ നിസ്കരിക്കുന്നവൻ്റെ നിസ്കാരം ബാത്തിലാകും. ഇത് പെൺകുട്ടികൾക്ക് ബാധകമല്ല, ആൺകുട്ടികൾക്ക് മാത്രമാണ് ബാധകം.
അതും ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നജസിനെ തൊട്ട് ശുദ്ധിയായി.